ഞാനന്ന് കേരള വിദ്യാർത്ഥി യൂണിയന്റെ ഒരു പ്രവർത്തകനായി അദ്ദേഹത്തിന് വേണ്ടി ഓരോ സ്ഥലത്തും പോകുവാനും പ്രസംഗിക്കുവാനും ഒക്കെ നടന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ സ്മരിക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ സൗമ്യമായ മുഖമാണ് എപ്പോഴും മനസ്സിൽ തെളിഞ്ഞു വരുന്നത്. ആ സൗമ്യമായ മുഖം എന്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം ഈ പാർട്ടിയെ എത്രമാത്രം ശക്തമാക്കുവാൻ വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളത് ഏറ്റവും സ്മരണീയമായ ഒരു കാര്യമായി ഞാൻ കാണുകയാണ്. അദ്ദേഹം കൊല്ലം ജില്ലയുടെ പ്രസിഡന്റായിരിക്കുന്ന സമയത്തും അന്ന് ഞാൻ കൊല്ലം ജില്ലക്കാരനാണ്. അന്ന് പത്തനംതിട്ട ജില്ല രൂപീകരിക്കുന്നതിന് മുമ്പ് കൊല്ലം ജില്ലയുടെ പ്രസിഡന്റായി അദ്ദേഹം പ്രവർത്തിക്കുകയും അതിനുശേഷം കെപിസിസിയുടെ പ്രസിഡന്റായി വരുന്ന കാലഘട്ടങ്ങളിലുമൊക്കെ അദ്ദേഹം നടത്തിയിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളും എന്നും സ്മരണീയമാണ്. ഞാൻ 96 MLA ആയതിനു ശേഷം 98 അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുവാനുള്ള ഒരു വലിയ ഭാഗ്യം എന്നെ സംബന്ധിച്ചിടത്തോളം ലഭിച്ചിട്ടുള്ളത്. കെപിസിസിയുടെ സെക്രട്ടറിയായി അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചപ്പോഴും വളരെ വിശ്വാസ്യതയോടുകൂടി ആ ഓഫീസിന്റെ ചുമതലകൾ അദ്ദേഹം എന്നെ ഏൽപ്പിക്കുകയുണ്ടായി. ഓഫീസിന്റെ ചുമതലകൾ എന്ന് പറയുമ്പോൾ അത്യാവശ്യം വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നിറവേറ്റപ്പെടുന്നതിന് വേണ്ടി അദ്ദേഹം എപ്പോഴും എന്നെ വിളിച്ച് സംസാരിക്കുകയും ആ സംസാരിക്കുക മാത്രമല്ല ഓരോ കാര്യങ്ങളിലും പ്രത്യേകമായി ശ്രദ്ധ അദ്ദേഹം കൊടുക്കുകയും ചെയ്തിരുന്നു. കെപിസിസി പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഏറ്റവും വലിയ ഒരു നേട്ടം കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഉണ്ടാക്കിയെടുക്കുവാനുള്ള അവസരം ഒരുക്കിയെടുത്തത് അദ്ദേഹത്തിന്റെ കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടം സത്യത്തിൽ ഇന്ന് ഞങ്ങളെ ഒന്ന് സംബന്ധിച്ചിടത്തോളം പൊതുപ്രവർത്തകർ എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് മറക്കുവാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഞാൻ ഈ AICC എന്നെ കൺവീനറായി ചുമതലപ്പെടുത്തിയപ്പോഴും സത്യത്തിൽ ഞാൻ പലവട്ടം അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അദ്ദേഹത്തെ കാണാറുണ്ട്, അദ്ദേഹത്തിന്റെ അനുഗ്രഹങ്ങൾ തേടാറുണ്ട്. അദ്ദേഹം പലപ്പോഴും എന്നോട് കാണിച്ചിട്ടുള്ള സ്നേഹവും ആ വിശ്വാസവും ഇപ്പോഴും എന്റെ മനസ്സിൽ തങ്ങി നിൽക്കുകയാണ്.